ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലൊരു വെറൈറ്റി ആയിട്ട് നല്ല ഹെൽത്തി ആവുന്ന രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.25 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നിങ്ങൾ പുട്ട് റെഡിയാക്കി എടുക്കാൻ ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണോ എടുക്കുന്നത് അതെടുത്താൽ മതി. ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് പുട്ടുപൊടിയൊക്കെ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് അതേ സെയിം അളവിൽ തന്നെയാണ് ക്യാരറ്റ് എടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പുട്ടിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുത്തത് കൊണ്ട് തന്നെ ക്യാരറ്റും കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ പുട്ടുപൊടിയും ക്യാരറ്റും മാത്രമാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ക്യാരറ്റ് നമ്മുടെ ഈ ഒരു പുട്ടുപൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ക്യാരറ്റ് പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് സാധാരണ നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് ചുടുവെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു പുട്ടുപൊടി ഒന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുട്ടുപൊടി കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിൽ ഒന്നിങ്ങനെ ഞെക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഉടഞ്ഞു പോവുകയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുട്ടുപൊടി റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി സാധാരണ രീതിയിൽ തന്നെ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾ എത്ര പീസായിട്ടാണോ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് അതേ ഒരു രീതിയിൽ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തേങ്ങക്ക് പകരം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പുട്ട് കുറച്ചും കൂടെ ഒന്ന് കളർഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 പീസായിട്ട് കിട്ടുന്ന രീതിയിലാണ് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുക്കായി വന്ന ഒരു സമയത്ത് നല്ലൊരു യെല്ലോ കളറോട് കൂടെ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്നും ഒരേ രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടുപ്പാവും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചിരട്ടപ്പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സെയിം രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ.